എടീ ഈ കോളനിയിലെ പ്രസിഡന്റ് ഞാനാ. അതുകൊണ്ട് നിനക്ക് ഇവിടെ എവിടെയും ജോലി കിട്ടാൻ പോകുന്നില്ല. നാളെ നീ ഇങ്ങോട്ട് തന്നെ വരണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക്. നിനക്ക് ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ രാത്രി നിന്റെ വീട്ടിലേക്ക് വരടി, കുറെ പൈസയും കൊണ്ടുവരാം. ഞാൻ ആഗ്രഹിച്ചൊന്നും കിട്ടാതിരുന്നില്ലടി. ഇന്ന് രാത്രി ഒരു വരുത്ത് വരുന്നുണ്ട്. അനീഷേ, നീയോ? ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിനെ കണ്ടില്ല, അതോട്ടെ ഇപ്പൊ വന്നേ. ഇത്തിരി അത്യാവശ്യം അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ രമേശ് ചേട്ടനെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേപ്പർ ചേച്ചിന്റെ കയ്യിലുണ്ടോ? അത് ശരി. എന്നിട്ട് എന്താ ചേച്ചി ആ പൈസ വാങ്ങിക്കാണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെ കഴിയുന്നേ? അത് ചെറിയൊരു പൈസ ആയിരിക്കില്ലേ, അതിന്റെ പുറകെ ഒരുപാട് അലയേണ്ടി വരും. അതിന് വയ്യണ്ട അനീഷേ. ചെറിയ പൈസ ഒന്നല്ലേ ചേച്ചി, 2 കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ഏട്ടനെടുത്ത്. ഇനിയിപ്പോ ആ പൈസ കിട്ടാൻ അലയൊന്നും വേണ്ട. അതിലൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിലേക്കൊന്ന് വിളിച്ചാലേ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും. അനീഷേ, നിനക്ക് മാറിപ്പോയതാണോ? ഇല്ല ചേച്ചി, നമ്മുടെ രാജീവിനും ഗണേശനും മൂപ്പരൊക്കെ ഒരുമിച്ചെടുത്താ. മാസം 400-500 മുതൽക്കേ അടവ് വരുന്നുള്ളൂ. ആണോ? അല്ല, ഇതിപ്പോ ആരുടെ എടുത്തത്? ആരുടെ കയ്യിലൊന്നല്ലേ ചേച്ചി. ഇത് കമന്റ് ബോക്സിലേ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ കമ്പയർ ചെയ്തേ നമുക്ക് ഇഷ്ടമുള്ളൊന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഒരു 15% വരെ ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ ഈ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഈ പ്രവാസികൾക്ക് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിലെ നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്നാലും ഇത് പറയാൻ വേണ്ടി ചേച്ചി ഞാൻ ഇപ്പൊ തന്നെ വന്നതേ. എന്നാ ശരി, എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. ശരി അനീഷേ. ശരി. നീ എന്നെ ഇവിടെ കാത്തിരിക്കുകയായിരുന്നില്ലടി. അല്ലെങ്കിൽ ഇപ്പൊ പൈസക്ക് ആർക്കും അത്യാവശ്യം ഇല്ലാത്തത്? ഇത്രയും കാലം എനിക്ക് ജോലി തന്ന ആളായതുകൊണ്ട് മാത്രമാ ഞാൻ മിണ്ടാതെ ശ്രമിച്ചിരുന്നത്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാരണം പൊളി നിങ്ങളുടെ. അനുഭവം വരുമ്പോഴാടി നീയൊക്കെ പഠിക്കുള്ളൂ. ആ കോളനിയിൽ ഒരൊറ്റാളും നിനക്ക് ജോലി തരാൻ പോകുന്നില്ല. പൈസ ഇല്ലാണ്ട് നീയും ചക്കനും ജീവിക്കണ്ടേ, എനിക്കൊന്ന് കാണണം. എനിക്ക് മാത്രമല്ല, പൈസ ഇല്ലാണ്ട് ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളെ മറ്റുള്ളതിന്റെ മുന്നിൽ കൈ നീട്ടാണ്ട് ജീവിക്കാൻ കരുതി വെച്ചിട്ട് തന്നെയാ എന്റെ ഭർത്താവ് പോയിട്ടുള്ളത്. കടന്ന് പൊയ്ക്കോ അവിടുന്ന്.